നിങ്ങൾക്ക് 5 നിമിഷം സമയം തരുന്നു. 6ാമത്തെ നിമിഷം ഒരാളും ഇവിടെ ഉണ്ടാകരുത്. Who are you to give me time? 1 कंडीशंस పెట్టాల్సింది మేం, నీవు కాదు. 2 हम भागने वाले नहीं, भगाने वाले हैं. 3 एक एक को मार डालूंगा, భక్తులందరినీ చంపుతా. 4 5 ओके 5. अब क्या? बद्री ബദ്രി, നിനക്കും 5 നിമിഷം സമയം തരുന്നു. 6ാം നിമിഷം ഒരാളും ജീവനോടുണ്ടാവരുത്. सर आपकी हिम्मत की तो दाद देनी चाहिए. बिना हथियार के आप कैसे आ गए? हाउ ग्रेट. ഒരു ആയുധം പോലും ഇല്ലാതെ ഇത്ര ധൈര്യത്തിൽ എങ്ങനെ വന്നു സർ? അവനാണ് എന്റെ ആയുധം, വജ്രായുധം. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗചാലക രക്ഷകം ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യസാധക ദക്ഷകം പ്രഹർഷണകാരകം മമ പുത്രസന്നിഭമാലകം വാത്സല്യഭാവം പ്രേരകം. നമസ്കാരം ഗുരുജി. ഗോവിന്ദവാ, ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താണാവോ അത്? അമർനാഥ ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ബദ്രി എന്റെ പേര് നിലനിർത്തി. എത്രയൊക്കെ ആയാലും അങ്ങയുടെ ശിഷ്യനല്ലേ? എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രമാ. അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം. അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവിടുത്തെ അല്ലേ? അതിനൊരു നിഷ്ഠയുണ്ട്. ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യബ്രഹ്മചാരി ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ എന്റെ മോൻ ഒരിക്കലും കല്യാണം കഴിക്കാനൊക്കില്ലേ? പാടില്ല. തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു. അതിന് അച്ഛന്റെയും അമ്മയുടെയും കൂടി അനുവാദം വേണം. ആലോചിച്ചു പറയൂ. ഒന്നും ആലോചിക്കണ്ട, പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. നമ്മുടെ മോനെ അങ്ങനെ ഒന്നും ആക്കണ്ട. കണ്ടില്ലേ ആ കുട്ടി എന്തുമാത്രം വിഷമിക്കുന്നെന്ന്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെ കുറിച്ചല്ല, നമ്മുടെ മോനെ കുറിച്ചാ. ഒരുമിച്ച് ജീവിക്കുന്നതും പിള്ളേരുണ്ടാകുന്നതും ഒക്കെ മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ. എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം. ആഹ്ലാദിക്കുക വേണ്ടത്, വിഷമിക്കരുത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ നിർബന്ധിക്കില്ല. ഞങ്ങൾക്ക് സമ്മതം. സ്വാമി, ഒരു വാക്ക് എന്റെ മോനോട് ചോദിച്ചിട്ട്. അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. അളകനന്ദ, അളകനന്ദ, ഞാൻ കേട്ടത് സത്യമാണോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്ന്. എങ്ങനെയാ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങുമോ, സാഷ്ടാംഗം വണങ്ങോ, അതോ ശയന പ്രദക്ഷിണം വെക്കുവോ? എന്നാരാ പറഞ്ഞത്? ഞാൻ വണങ്ങില്ല. എന്താ ഇപ്പൊ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട്? അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറ്റിയത്? ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ ആരാണെന്ന് പറ, പിടിച്ചോണ്ട് ഒന്ന് കല്യാണം കഴിപ്പിക്കാം. ഞാൻ സ്നേഹിക്കുന്നത്. അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. ഒന്നും വേണ്ട. നിനക്ക് മാത്രമല്ല, നിന്റെ ബദ്രിനാഥന് പോലും കഴിയില്ല. ഏയ്,
എന്തറിയാം നിനക്ക് ഈ ബദ്രീനാഥ് ക്ഷേത്രത്തെ കുറിച്ച്? മറ്റന്നാൾ അഖണ്ഡ ജ്യോതി തെളിയിച്ച് 6 മാസം വരെ ഈ ക്ഷേത്രം അടച്ചിടുന്ന അതിപുണ്യമായ ദിവസമാണ്. ആ 6 മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രവാതികൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതെയോ? അതെ, ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയൊരു അത്ഭുതം വേറെയില്ല. ഇത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല. മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും. സത്യമാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ. എവിടെ കിട്ടുവാ പൂവ്? आओ मेरे साथ, चलो. സർക്കാർ. എന്താ മിനിസ്റ്റർ, ഒരു വിഷമം പോലെ? എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ. അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. ഞാനേ സോറി മിനിസ്റ്റർ, ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു, കൊന്നു. നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു, മാറ്റിത്തന്നു. എന്നാൽ നിങ്ങൾ എത്ര കോടികൾ തന്നാലും പ്രേമ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും ഇടപെടില്ല. നമസ്കാരം സാർ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോ വരാൻ പറ്റിയില്ല, സോറി. നിന്റെ പേര് മഹാലക്ഷ്മി. ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നാണോ അതോ ഗംഗയിൽ ഒഴുക്കണമെന്നാണോ ആഗ്രഹം? ഇയാള് ചത്തതുകൊണ്ടല്ലേ സാർ സാറിന്റെ ഭാര്യയ്ക്ക് അപമാനം ഉണ്ടായത്? എന്താ ഉണ്ടായത്? എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാണാവുന്നില്ലേ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. കൊന്നുകളഞ്ഞേക്കട്ടെ ഞാൻ അവളെ. അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിന് മുമ്പേ ആകാമായിരുന്നു സർക്കാർ. അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു. ഏത് നാവുകൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞത്, അതേ നാവുകൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ. അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും. എവിടെ ഉണ്ടടാ അവൾ? ഹലോ, നമസ്തേ സാർ. അളകനന്ദ എവിടെയാടാ? ഈ ബദ്രീനാഥിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട്. അവന്റെ കൂടെ അളകനന്ദ. അമൃതം പൊഴിയണ രാത്രി, അവരുടെ തരളിത രാത്രി എന്നുവെച്ചാ അവര് തമ്മിൽ പ്രേമത്തിലാണ് സാർ. ആരാടാ അവൻ? ഈ നവംബർ 15-ന് ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി അവൻ ആരെന്ന് മനസ്സിലാകും. 24 മണിക്കൂറിനുള്ളിൽ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഞാനേ ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്നറിയൂ? റൗഡിസം, അധികാരം, പണം. നെവർ. പ്രണയം. നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെയായിരുന്നു. എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിനു വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രേമം എന്നാൽ എത്ര പവർഫുൾ ആണെന്നറിയോ നിനക്ക്? രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടുണ്ട്. ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ 3 തവണ കൺഫേം ചെയ്തു കൊള്ളണം. ശരീരം നോക്കിയിട്ട് മാത്രമാകരുത്, ശ്വാസം നോക്കിയിട്ട് വേണം. അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളകനന്ദയെ ഇവിടേക്ക് കൊണ്ടുവരാവുള്ളൂ. പൊയ്ക്കോ. ശരി ഡാഡി. ബദ്രി, ഇവിടെ അനിമൽസ് ഒക്കെ ഉണ്ടാവോ? ആനകളുണ്ടാവും. അതിന് എനിക്ക് പേടിയില്ല. വന്നാൽ അത് നീ പറഞ്ഞ പോവല്ലോ. ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല, കാട്ടാനകളാ. കാടായത്. വേണ്ടത് ചോദ്യമൊന്നും വേണ്ട, നടക്ക്. സൂക്ഷിച്ച്.
സ്ലിപ്പായ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. ഏ ബദ്രി, ഈ പൂക്കൾ എവിടെയുള്ളത്? എന്തൊരു സ്ട്രെയിൻ അത്. സ്ട്രെയിൻ ഇതൊന്നുമല്ല, ഇനിയും കുറെ പോണം. വാ നടക്ക്. സ്ലിപ്പാവല്ലേ? ബദ്രി എന്തേ തളർന്നു പോയോ? സ്റ്റാമിന ഉണ്ടാവണം മാഡം, സ്റ്റാമിന. എങ്ങനാ സ്റ്റാമിന ഉണ്ടാവുന്നത്? കുഞ്ഞിലെ മുതൽ ഞാൻ വണ്ടിയിലല്ലാതെ പോയിട്ടില്ല, ഷൂ ഇല്ലാതെ നടന്നിട്ടില്ല, സ്പൂണില്ലാതെ കഴിച്ചിട്ടില്ല. നിന്നെ പോലെ കാട്ടിലല്ല ജീവിക്കുന്നത്. എനിക്കിനി നടക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ലവ് ഫെയിലിയർ. അവനെ കിട്ടുമെന്ന് തോന്നില്ല. മിസ്റ്റർ ബദ്രി. യെസ് മിസ് അളകനന്ദ. എന്നാ അപ്പോഴേക്കും തളർന്നു പോയോ? സ്റ്റാമിന വേണം മോനെ, സ്റ്റാമിന. അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാ. ആ ഇവളുടെ ലവർ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക. സൂക്ഷിച്ച്, പായലുണ്ട്. ഓയ് നാജി. ആ ബദ്രി, അവിടെ ബ്രഹ്മകമലം ഉണ്ടോ? ഇവിടെ ഇല്ലടാ. ആ നീലകണ്ഠ പർവ്വതത്തിൽ ആവശ്യം പോലെ ഉണ്ട്. എന്റെ അമ്മേ, വാ നടക്ക്. ആ ബദ്രി, എനിക്കൊരു ഐഡിയ. അയാളുടെ കയ്യിലുള്ള പൂ എനിക്ക് തരാൻ പറ, ഞാനിത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് വശക്കുമ്പോ നീ കഴിക്കോ അതോ മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ? പ്രേമിക്കുന്നത് നീ, കല്യാണം കഴിക്കാൻ പോകുന്നത് നീ. പൂവ് നീ തന്നെ പറിച്ച് നീ തന്നെ വെക്കണം. വാ നടക്ക്. ദാ നോക്ക്, അതാണ് ബ്രഹ്മകമലം. സൂക്ഷിച്ച്, അത് ഐസ് ബ്രിഡ്ജാ. സിറ്റിയിലുള്ള സിമന്റ് ബ്രിഡ്ജിനേക്കാളൊക്കെ ഇത് ശരിക്കും സ്ട്രോങ് ആ. നിനക്ക് കുറച്ച് വട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഏയ്, എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, പിന്നെ ട്രൈ ചെയ്യും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ശരി. ഒന്നും പറ്റിയില്ലല്ലോ, സാരമില്ല, പേടിക്കണ്ട. എനിക്ക് പേടിയാവുന്നു. ഏയ്, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇത്തവണ നീ പറിച്ചില്ലെങ്കിണ്ടല്ലോ, നീ വീണില്ലെങ്കിലും ഞാനെടുത്ത് എറിയും. ചെല്ല്, ട്രൈ ചെയ്യ്. നിനക്കെല്ലാം തടസ്സങ്ങളാ. നിന്റെ ഈ ലവ് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രേമം സക്സസ് ആവാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ പൊക്കോ. ഞാൻ പോവില്ല. എന്താ? 6 മാസം കഴിഞ്ഞ് ഇവിടെ വരാനും ഇവരെന്നെ സമ്മതിക്കില്ല. നീ എന്നെ കൊണ്ടുവന്ന് ദർശനം ചെയ്യിക്കുന്ന ഉറപ്പ് പറഞ്ഞ ഞാൻ പോവും. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛൻ, ഇവന്റെ അമ്മ, ഇവന്റെ അമ്മായച്ചൻ, അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെയൊക്കെ നെഞ്ച് തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. ഉറപ്പിച്ചോ? വേഗം വെക്കോ. अपना अपना नाम फूलों पर लिख दीजिए.
जो ज्योति दर्शन ब्रह्मा कमल के साथ आज हुई है, वो 6 महीने के बाद ज्योति दर्शन करने से अपने अपने मनोकामनाएं पूर्ण सिद्ध होती है। पुष्पम वेद पुष्पवान प्रजावान पशुमान। ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭീഷ്മനാരായണ സ്വാമിയിൽ നിന്നും ഭദ്രയെ മോദിപ്പിച്ച് എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ. ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യ അപേക്ഷയാണ്. ബദ്രിയെ തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്തിരുത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ. ഇവന് മനുഷ്യർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ ബലഹീനത ദൈവം മാത്രമാണ്. संघर्षण सत्य निर्घोषण वेदवाग्भूषण बद्रीनारायण विश्व परिपोषण विबुध परितोषण चक्रकरभूषण पद्मशरलोचन पापदिग्मोचन बद्रीनारायण 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 ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ല. നിന്റെ പ്രാർത്ഥന സഫലമാവാൻ വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ല.